ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. 2025 ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയിട്ടുള്ള മലയാള സിനിമയാണ് ലോക. ലോക എന്ന സിനിമ മലയാളത്തിലെ ആദ്യത്തെ 300 കോടി കളക്ഷൻ കിട്ടിയിട്ടുള്ള സിനിമ കൂടിയാണ്. നമ്മുടെ ദുൽഖർ സൽമാൻ്റെ പ്രൊഡ്യൂസർ. ലോക എന്ന സിനിമയിൽ നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ചന്ദ്ര എന്ന ക്യാരക്ടറിൻ്റെ കുട്ടിക്കാലം, അതായത് ചെറുപ്പകാലം കാണിക്കുന്ന ഒരു സീനുണ്ട്. അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കുഞ്ഞി ഓക്കെ. നീലി, നമ്മളെ കുഞ്ഞു നീലി, ചന്ദ്രയുടെ ചെറുപ്പകാലം. ഓക്കെ. ഓ രാജാവ്. ഓ സീന്, ആ കുട്ടിയെ കുത്തിയിട്ടോ. ഇതാണ് നമ്മളെ ചന്ദ്ര കേട്ടോ, ചന്ദ്രയുടെ ചെറുപ്പകാലം. നീലി. ഈ പുള്ളി, മറ്റേ പുള്ളി അവിടുത്തെ രാജാവാണ് കേട്ടോ. ഈ സീന് എന്താണെന്ന് നിങ്ങൾക്ക് ഈ പടം കണ്ടിട്ടോ അതൊക്കെ മനസ്സിലാവും കേട്ടോ എന്താണെന്നുള്ളത്. കാരണം ആ കുഞ്ഞൊരു ഗുഹയിലോട്ട് പോകുന്ന അവിടുന്ന് ശക്തി കിട്ടുന്നില്ല കുഞ്ഞിന്, ഒരു വവ്വാല് കടിച്ചിട്ട്. ഈ പടം മുഴുവൻ കണ്ടവർക്ക് അറിയാം, ഒരു വൈറസ് ആണെന്ന് പറയുന്നുണ്ട് ഇതിൽ ആ ശക്തി കിട്ടാനുള്ള കാരണം. അതാണ് ആ മരിച്ചുപോയ കുഞ്ഞ് വീണ്ടും എണീച്ചു വന്നു. ഓ അടിപൊളി. ഓ ഓ ആ മുറിവൊക്കെ ഉണങ്ങിട്ടോ. ആ ചേച്ചി കാളിയമ്മ. അടിപൊളിട്ടോ, സൂപ്പർ സീന്. ഓ ഓക്കെ. ഓ അടിപൊളി. ഓ സീനൊക്കെ നല്ല അടിപൊളി സീനുകളായിട്ട് ഇതിലുള്ള ഒരു ഫൈറ്റ് സീനായാലേ എല്ലാം. നീലി. ഓ ലോക ചാപ്റ്റർ 1 എന്ന സിനിമയിൽ നമ്മളെ കുഞ്ഞു നീലിയുടെ, അതായത് നമ്മളെ കല്യാണി പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുള്ള ചന്ദ്ര എന്ന ക്യാരക്ടറിൻ്റെ ചെറുപ്പകാലം കാണിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. അപ്പം അതിനിടയ്ക്ക് ചില സീനുകളൊക്കെ ഉണ്ട്. നമ്മളെ ഇതിൽ കല്യാണി പ്രിയദർശനെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ഫൈറ്റ് സീനിടയിൽ കാണിക്കുന്ന സീൻസ് ഉണ്ട്. അതായത് ഈ ഒരു സിനിമ കണ്ട ആളുകൾക്കറിയാം, ഇതൊരു വിജയരാഘവൻ ഒരു കൊച്ചുകുട്ടിയോട് ഒരു സ്റ്റോറി പറയുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു പഴയ കാലവും പുതിയ കാലവും ഒരുമിച്ച് ഇങ്ങനെ കാണിച്ചു പോകുന്നത്.
അപ്പോൾ അതിൽ ഈ കല്യാണി പ്രദർശനെ കാണിക്കുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഒന്നുകിൽ വീഡിയോ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ വീഡിയോക്ക് കോപ്പിറൈറ്റ് കിട്ടും. സാധാരണ നമുക്ക് ഒരുപാട് കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്, കോപ്പിറൈറ്റ് അധികം വിഷയമില്ല അതുകൊണ്ട്. പക്ഷേ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്ത് വെറുതെ ആയിപ്പോവും, അത് ഡിലീറ്റ് ചെയ്യുക അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്തായാലും നല്ലൊരു സൂപ്പർ ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഡൊമിനിക് അരുണാണ് ഇതിൻ്റെ സംവിധായകം, അദ്ദേഹം തന്നെയാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത്. അതുപോലെ സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് നമ്മളെ യാനിക് ബന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി മലയാളത്തിലായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഖലീഫ എന്ന മൂവിയിലും പുള്ളി തന്നെയാണ് ആക്ഷൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സൂപ്പർ ആക്ഷൻ സീനായിരുന്നു. അതുപോലെ ഈ കുഞ്ഞു നീലിയെ വളരെ തന്മയോടെ നല്ല അടിപൊളിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള കുട്ടിയുടെ പേര് ദുർഗ എന്ന, നല്ല അടിപൊളിയായിട്ട് ആ കുട്ടി ഒരു കഥാപാത്രത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.